അസ്സലാമലൈക്കും. പലവർക്കുമുള്ള ഒരു ഡൗട്ടാണ്, നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ മറ വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന്. നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ മറ വേണം. മുമ്പിലൂടെ ആളുകൾ നടന്നു കൊണ്ടിരുന്നാൽ ഏകാഗ്രത ലഭിക്കുകയില്ല. അതിനാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത് ചുമരിൻ്റെയോ മതിലിൻ്റെയോ തൂണിൻ്റെയോ പിന്നിലായിരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. മുമ്പിൽ മതിലും തൂണും ഒന്നുമില്ലെങ്കിൽ ഒരു വടിയെങ്കിലും കുത്തി നിർത്തണം. അതുമില്ലെങ്കിൽ മുമ്പിൽ മുസല്ല വിരിക്കുകയോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ മറ്റു സാധനങ്ങളോ വെക്കുകയോ വേണം. അതിനും സാധ്യമല്ലെങ്കിൽ മുമ്പിൽ ഒരു വരയെങ്കിലും വരയ്ക്കണമെന്നാണ് നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മുമ്പിൽ ഒട്ടകക്കല്ലിൻ്റെ പിൻഭാഗത്തെ കൊള്ളി പോലെയുള്ള എന്തെങ്കിലും വെക്കുക. അതിൻ്റെ അപ്പുറത്തുകൂടി നടക്കുന്നവനെ പരിഗണിക്കാതെ നിസ്കരിക്കുക. സഹ്ലു ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിൻ്റെ സ്ഥാനവും മുമ്പിലുള്ള ചുമരും തമ്മിൽ ഒരാടിന് പോകാനുള്ള വിടവുണ്ടായിരുന്നേ ഉള്ളൂ. ചുമര്, തൂണ് തുടങ്ങിയവക്ക് ചുരുങ്ങിയത് ഒരു മുഴത്തിൻ്റെ 2/3 ഭാഗമെങ്കിലും ഉയരമുണ്ടായിരിക്കണം. മറയുടെ അടുത്തു നിന്ന് 3 മുഴത്തിലധികം അകന്നു നിന്നാൽ മറയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ച പുണ്യം ലഭിക്കുകയില്ല. ചുമര്, തൂണ് മുതലായവ മറയുടെ പിന്നിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വടി, മുസല്ല, വര തുടങ്ങിയവ മതിയാവുകയുമില്ല. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ ഈ ക്രമം കണക്കിലെടുക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്.